നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലിക്കായി നമ്മുടെ നാട്ടിൽ ഇവിടെ എത്തി മരണമടയുന്നത്. പലപ്പോഴും അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാകാറുണ്ട്. കാലതാമസം വരാറുള്ള ഈ നടപടികൾ 1-2 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുകയാണ് അതിഥി വെൽഫെയർ ഫോറം എന്ന സംഘടന. കൊടകരയിൽ കഴിഞ്ഞ മാസം കെട്ടിടം തകർന്നു വീണ് മരിച്ചത് പശ്ചിമ ബംഗാൾ സ്വദേശികളായ 3 ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. സാധാരണഗതിയിൽ അന്യനാടുകളിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി ദിവസങ്ങളോ മാസങ്ങളോ എടുക്കാറുണ്ട്. അതിന്റെ പേരിൽ ബന്ധുക്കളോ തൊഴിലുടമകളോ ചൂഷണം ചെയ്യപ്പെടാറുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു ദിവസം കൊണ്ട് നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. അതിഥി വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. 127ഓളം മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് വിവിധ എയർപോർട്ട് വഴി ഞങ്ങൾ കയറ്റി വിടാൻ സഹായിച്ചിട്ടുണ്ട്. അത് ഒരു മാഫിയായിരുന്നു ഇതിനു മുമ്പ് ഇത് ചെയ്ത്. വിവിധ പല പൈസകളാണ് ഇവരൊക്കെ ഈടാക്കിക്കൊണ്ടിരുന്നത്. 50,000 മുതൽ 60,000 രൂപ വരെയും ഇതിൽ ഈടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഉന്നമനത്തിനും അവർക്ക് വേണ്ട നിയമപരിരക്ഷ ഒരുക്കുന്നതിനും അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനുമായി തുടങ്ങിയതാണ് സംഘടന. ഇതുവരെ 120 മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചു. ആംബുലൻസിൽ മൃതദേഹം എത്തിക്കാൻ 4 ദിവസം വരെ സമയമെടുക്കും. 1 ലക്ഷം രൂപയോളം ബന്ധുക്കളിൽ നിന്ന് ഏജൻസികൾ ഈടാക്കാറുണ്ട്. ഇവിടെയാണ് അതിഥി വെൽഫെയർ ഫോറം രക്ഷയ്ക്കെത്തുന്നത്. വിമാനങ്ങളിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് GST ഈടാക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊണ്ടുപോകുന്ന മൃതദേഹത്തിന് GST ഈടാക്കുന്നുണ്ട്. പുറമേയുള്ള ഏജൻസികൾ 60,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഈടാക്കുമ്പോൾ 21,000-നും 3,000-നും ഇടയിലാണ് ഒരു മൃതദേഹം എംബാം ചെയ്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഈടാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി സേവനം നൽകുന്നു. നേരത്തെ തൊഴിൽ വകുപ്പാണ് ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് പണം നൽകിയിരുന്നത്. സർക്കാർ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ ഇപ്പോൾ ഈ സഹായം ലഭിക്കുന്നില്ല. മീഡിയ 1 തൃശൂർ.